ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രഞ്ജിത പതുക്കെ പതുക്കെ മകളെ സോപ്പിട്ട് മകൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കുക. അപ്പോൾ മോൾക്ക് പങ്കജിനെ ഇഷ്ടമല്ല എന്ന് ചോദിച്ചപ്പം എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. സമയമെടുത്തോ, എത്ര വേണമെങ്കിലും മോള് സമയമെടുത്തോ, പക്ഷേ മോളിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, എനിക്ക് ആലോചിക്കണമെന്ന്, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ? അത് പോരേന്ന് ചോദിച്ചപ്പം മതി, അത് മാത്രം മതി മോളെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കും നമ്മുടെ രഞ്ജിത. അങ്ങനെ ചിരിച്ച് രണ്ടുപേരും കൂടി ഇങ്ങ് പോകുമ്പം ഇവളെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കാൻ എന്തെല്ലാം അടവും അതുപോലെ അഭ്യാസവും പുറത്തെടുത്താൽ പറ്റും. അങ്ങനെ നീ രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട, നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും എന്ന് പൂജ പോയി കഴിയുമ്പോൾ മനസ്സിൽ ചിന്തിക്കുക. അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളുമായിട്ട് രഞ്ജിത അവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ അവിടെ ഇരുന്ന് പച്ചക്കറിയും മറ്റും അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷ അങ്ങോട്ടേക്ക് കയറി വരുന്ന പ്രതീക്ഷ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. പാവകള്, കളിപ്പാട്ടങ്ങള്, അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ഇങ്ങനെ നിരത്തി വെക്കുന്നതെല്ലാം സുമിത്ര അപ്പം നിന്ന് കാണുക. അപ്പോൾ സുമിത്ര ഒക്കെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രതീക്ഷയൊക്കെ ഇത് നിരത്തി വെച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നത്. സുമിത്രയെ കണ്ടപ്പോഴേക്കും പ്രതീക്ഷയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. ചെന്ന് ഇതെല്ലാം നീ സ്വരമോൾക്ക് വേണ്ടി വാങ്ങിയതാണോ എന്ന് സുമിത്ര ചോദിക്കുവാണേ. അന്നേരം ഒത്തിരി സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നേ. അവൾക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് സുമിത്ര പറയുമ്പോൾ പ്രതീക്ഷ ഒന്നും മിണ്ടുന്നില്ല. പ്രതീക്ഷ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മോനെ എന്നും പറഞ്ഞ് സുമിത്ര പിടിച്ചു നിർത്തി. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് സുമിത്ര ചോദിച്ചു. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചപ്പം തെറ്റ് ചെയ്തില്ല പോലും, പക്ഷേ സഹായിച്ചോ എന്നെ? ഇല്ലല്ലോ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. സ്വന്തം മോൻ ജയിലിൽ കിടന്ന് ചത്തുപോകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ? അപ്പം നിന്നെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നീ അമ്മയോട് വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള കാര്യം സുമിത്ര പ്രതീക്ഷനോട് പറയുക. മോനെ, രഞ്ജിത നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് പറഞ്ഞപ്പം അവരുടെ ഉദ്ദേശം എന്തു ആയിക്കോട്ടെ, ആ തടവറയിൽ നിന്നും എന്നെ പുറത്തിറക്കാൻ അവർ തന്നെ വേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മോനെ, രഞ്ജിത മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടിയാണ് നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത്, നീ അത് മനസ്സിലാക്കണം, ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ വെച്ച് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോനെ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിയുന്ന എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല. പക്ഷേ ഇപ്പോൾ അമ്മ കള്ളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എനിക്കത് കേൾക്കണ്ട. അമ്മയുടെ മൂത്ത മകൻ ഞാൻ ജയിലിൽ കിടക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞാലേ അത് വിശ്വസിക്കാനും മാത്രം ഞാൻ മണ്ടനൊന്നുമല്ല. ഇനി ഈ നാടകം കളിച്ച് എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അമ്മ നോക്കണ്ട, എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ മോനെ, രഞ്ജിത നിന്നെ മാത്രമല്ല പൂജയെയും ചതിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം അവരെന്നെ കാണാൻ എത്ര വട്ടം ജയിലിൽ വന്നു. പക്ഷെ അമ്മയോ? അപ്പം ഞാനത് അറിഞ്ഞില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് സുമിത്ര വീണ്ടും പറയുന്നു. മോനെ, നിന്നെ മാത്രമല്ല പൂജ മോളെയും രഞ്ജിത ഇങ്ങനെ ചതിക്കുകയാണെന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ പൂജ എപ്പോഴും രഞ്ജിതാൻ്റിയുടെ വീട്ടിലേക്ക് വരുന്നത്? നിങ്ങളുടെ മറുപടിയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് നമ്മുടെ പ്രതീക്ഷ നേരം പറഞ്ഞു. ആരുടെയും സിമ്പതിയും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പ്രതീഷിൻ്റെ നാവിൽ നിന്നും ആ ഒരു സത്യം കൂടി നമ്മുടെ സുമിത്ര കേട്ടു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര ഇങ്ങനെ എന്നിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ അപ്പുവും ചിത്രയും കൂടെ നിന്ന് സംസാരിക്കുക. പൂജയും പ്രതീക്ഷേനൊക്കെ വല്ലാത്തൊരു ട്രാപ്പിൽ, അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് പൂജയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ നിന്നും അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നും അപ്പു തീരുമാനിക്കുന്നു. പങ്കജ് ഒരുക്കിയ കെണിയിൽ അവൾ വീണുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. കാരണം പങ്കജും പൂജയും തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലാണെന്നുള്ള കാര്യം ചിത്ര പറയുന്നു. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരുമിച്ച് പോകുന്നു വരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രദ്ധിക്കുന്നു. പിന്നെ അവൾക്കിപ്പോൾ സുമിത്രയുടത്തേക്കാൾ വിശ്വാസം രഞ്ജിതിയെയും പങ്കജിനെയും ഒക്കെയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? ഞാൻ 1-2 തവണ അവളോട് സംസാരിക്കാൻ ശ്രമിച്ച, പക്ഷെ നടന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പൂജ ഒരു പാവമാണ്. പിന്നെ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ചൊന്നും അവൾക്ക് വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അവളെ പറ്റിക്കാൻ എളുപ്പമാണ്. വീഴാൻ പോകുന്ന ഒരു വൻ മരമാണ് രഞ്ജിതി എന്ന് രഞ്ജിതയ്ക്ക് തന്നെ അറിയാം. അത് താങ്ങി നിർത്താനാണ് അവളെ അവരവരുടെ വശത്തേക്ക് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഇനി അവളെ മറക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദീപ് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലെന്നും രഞ്ജിതയും പങ്കജും നല്ല കൃത്യമായ കണക്കുകൂട്ടലുകളോ അവർ തീർച്ചയായിട്ടും
പൂജയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നീ അവരുടെ പിന്നാലെ ഉണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും രഞ്ജിതയുടെയും പങ്കജിന്റെയും അടുത്ത് നിന്ന് നല്ല അകലം പാലിച്ച് വേണം നീ നടക്കാനെന്നും അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പം കൊള്ളാം, നല്ല ഉപദേശമാണെന്ന് മകനൻ അച്ഛനോടും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളും അച്ഛൻ തന്നെയാണല്ലോ അല്ലേ? പരമശിവത്തിന്റെ കൂടെ കൈകോർത്ത് നിന്ന് ചെയ്തതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല എന്ന് അപ്പു അന്നേരം പറയുവാണ്. അതുകൊണ്ട് ഉപദേശമൊന്നും ഇവിടെ നിന്ന് തരണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന്, അത് ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞ് അപ്പു അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിത്രയോട് ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്നവളാണ് ആ രഞ്ജിത. അതുകൊണ്ട് നീയൊന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്ക്, അവരുടെ വഴിയെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് എന്നും പറഞ്ഞ് ദീപു അങ്ങ് പോകുന്നു. അങ്ങനെ ദീപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മുടെ ചിത്ര ഇങ്ങനെ വല്ലാതെ നിൽക്കുവാണ്. ലാസ്റ്റ് നഷ്ടം നമുക്ക് മാത്രമായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് ദീപു. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേ അനന്യയും അനിരുദ്ധും എല്ലാവരും കൂടി കൊച്ചിനെ കൂട്ടിക്കൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പോഴാണ് ഇതൊക്കെ കൊച്ച് കാണുന്നത്. ആഹാ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു കൊച്ച് ഓടി വന്നതൊക്കെ എടുത്തു. ഡാഡി, ഇത് നോക്കിക്കേ, ഈ പാവക്കുട്ടിയെ നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ആര് വാങ്ങിയതാ ഡാഡി? കൊള്ളാലോ, ഇതെല്ലാം എനിക്കാണോ എന്നൊക്കെ സ്വരമോള് ചോദിച്ചപ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് വന്നു. ഇതെല്ലാം മോൾക്കുള്ളതാ കേട്ടോ എന്ന് പറഞ്ഞ് സുമിത്ര അങ്ങ് വന്നെ. ഇതെല്ലാം അമ്മ വാങ്ങിയതാണോ എന്ന് അനന്യ ചോദിച്ചേ. ഇവിടെ ഇഷ്ടം പോലെ ടോയ്സൊക്കെ ഉണ്ടല്ലോ അമ്മേ, പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ വാങ്ങിയേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാം. എനിക്ക് ഈ പാവക്കുട്ടി ഇഷ്ടപ്പെട്ടു, എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ സ്വരമോള്. താങ്ക് യു അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞപ്പം താങ്ക് യു പറയേണ്ടതേ അച്ഛമ്മയോടല്ല, ഇതെല്ലാം മോൾക്ക് വേറൊരാൾ വാങ്ങിക്കൊണ്ട് വന്ന സമ്മാനങ്ങളാണെന്ന് പറഞ്ഞപ്പോഴേക്കും അനന്യയുടെ ഭാവമൊക്കെ അങ്ങ് മാറി, മുഖഭാവം മാറി. അപ്പോൾ ഇതൊക്കെ മോൾക്ക് വേണ്ടി ആര് വാങ്ങിച്ചുകൊണ്ടെന്ന് അച്ഛമ്മേന്ന് ചോദിച്ചപ്പോൾ മോളുടെ ചെറിയച്ഛനാണെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ സുമിത്ര. ചെറിയച്ഛനോ, അതാരാ എന്നിങ്ങനെ നമ്മുടെ സ്വരമോള് ചോദിച്ചു. സ്വരമോള് ചോദിച്ചപ്പോഴത്തേക്കും പ്രതീക്ഷ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൊച്ചിൻ്റെ ആ ഒരു സന്തോഷമേ, അതാണ് മോളുടെ ചെറിയച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോളെ പ്രതീക്ഷിന് കാണിച്ചു കൊടുക്കുക നമ്മുടെ സുമിത്ര. അപ്പോഴേക്കും കൊച്ചിങ്ങനെ പേടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും അനന്യക്ക് ടെൻഷനായി. അപ്പോൾ അനിരുദ്ധിന് സന്തോഷമായി. കൊച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒരു ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അനന്യക്ക് ഇങ്ങനെ കിടന്ന് വെപ്രാളം കയറിയിട്ട് ഒട്ട് പിടിക്കാം. പെട്ടെന്ന് ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോള് അനിരുദ്ധിൻ്റെ പുറകിലേക്ക് മറഞ്ഞു. അപ്പോഴേക്കും പ്രതീക്ഷിന് വിഷമായി, സുമിത്രയ്ക്കും വിഷമായി. അങ്ങനെ അവരിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതീഷിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടഭാവം നമ്മുടെ അനിരുദ്ധം കണ്ടു. അനിരുദ്ധം എന്നിട്ട് പ്രതീഷിനെ ഇങ്ങനെ നോക്കുക. പ്രതീഷ് എന്നിട്ട് പതുക്കെ ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെ മോളെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് മോളോട് ഇങ്ങനെ വരാനൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അനന്യയ്ക്ക് ഭ്രാന്ത് കയറി. അനന്യാണെങ്കിൽ ഇങ്ങനെ കലിയും കയറി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം മോളിങ്ങ് ചെല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീക്കി നിർത്തി അനിരുദ്ധ്. അപ്പോൾ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരും ഫ്രണ്ടിൽ പ്രതീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടപ്പോഴത്തേക്കും അനന്യയ്ക്ക് ഒട്ടും സമാധാനം കിട്ടുന്നില്ല. അനന്യ കയ്യിൽ ഇരുന്നപ്പോൾ ആവയെല്ലാം കൂടെ വലിച്ചെറിയുക. പ്രതീക്ഷനെ നോക്കി കൊച്ചു ചിരിക്കുന്നതും കൂടെ കണ്ടപ്പോൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അനന്യ, നീ എന്തേ കാണിച്ചതെന്ന് സുമിത്ര അന്നേരം അനന്യോട് ചോദിച്ചു. നീ കാണിച്ചത് ശരിയാണോന്നും അനിരുദ്ധ അന്നേരം ഇവരെ ഇങ്ങനെ മാറി മാറി നോക്കുക കേട്ടോ. സ്വരമോൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാനുള്ള അവകാശം പോലും പ്രതീക്ഷിനില്ലേ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടിക്ക് ആരുടെയും കളിപ്പാട്ടം വേണ്ട എന്ന് അനന്യ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണേ. പ്രതീക്ഷ അന്നേരം ഇങ്ങനെ നോക്കുക. മോടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാണ് അനന്യ. അപ്പോഴേക്കും മോളെ എന്നും പറഞ്ഞ് പ്രതീക്ഷ വിളിക്കുന്നു. കൊച്ചിനാണ് ഭയങ്കര സങ്കടമായി. ആ കൊച്ച് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പ്രതീക്ഷ നിന്ന് കരയുവാട്ടോ. അപ്പോൾ ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് അനിരുദ്ധിനും ആകെ സങ്കടമായി. പ്രതീക്ഷ എന്നിട്ട് അനിരുദ്ധിന് ഒരു നോട്ടം നോക്കി. അപ്പോൾ അനിരുദ്ധിനോട് സുമിത്ര പറഞ്ഞു, എന്താ അനി ഇത്, അനന്യ കാണിച്ചത് തീരെ ശരിയായില്ല കേട്ടോ എന്ന് പറയുകയും ചെയ്തു. സ്വരമോൾക്ക് ആ കളിപ്പാട്ടങ്ങളെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടല്ലേ അവൾ ആ പണി കാണിച്ചത്? നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? അവൾ എന്തിനാ അത് വലിച്ചെറിഞ്ഞത്? നീയും അത് കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ സോറി എന്ന് പ്രതീഷിനോട് അനിരുദ്ധ് പറയണു. പ്രതീഷ് അന്നേരം ദയനീയമായിട്ട് ചേട്ടനെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് കൈ പിടിച്ചൊരു ഒറ്റ തട്ടും തട്ടിയേച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. അപ്പോൾ അനിയൻ അത്രത്തോളം സങ്കടമായി എന്നുള്ളത് അനിരുദ്ധിന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. പ്രതീഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനിരുദ്ധും വിഷമിച്ച് അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ സുമിത്ര ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന്. മുറിയിൽ ചെന്ന് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അനന്യ അങ്ങോട്ടേക്ക് ചെന്നു. മമ്മിയോട് പിണങ്ങിയോ എന്നും ചോദിച്ച. മോൾക്ക് മമ്മി വേറെ കളിപ്പാട്ടം വാങ്ങി തരാം എന്ന് പറഞ്ഞു. വേണ്ടാന്ന് കൊച്ചും പറഞ്ഞു. അതെന്താ വേണ്ടാത്തേന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ആ കളിപ്പാട്ടം എല്ലാം നല്ലതായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പറയണു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. എന്നിട്ടും മമ്മി എന്താ എന്നെ കൊണ്ട് അത് എടുക്കാൻ സമ്മതിക്കാത്തത്? എന്തിനാ മമ്മി ആ പാവക്കുട്ടിയെ മമ്മി എടുത്ത് എറിഞ്ഞത്?
ചെറിയച്ഛൻ എത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് അറിയില്ലേ മമ്മിക്ക്? മമ്മി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അതെല്ലാം നല്ല കളിപ്പാട്ടങ്ങളാ. മോൾക്ക് അതൊക്കെ ഇഷ്ടമായെന്ന് മമ്മിക്ക് അറിയാം. മമ്മിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അയാളൊരു ദുഷ്ടനാ. അപ്പം അല്ല, ദുഷ്ടനാണെങ്കിലേ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല മമ്മി. ചെറിയച്ഛൻ നല്ല ആളാണെന്ന് കൊച്ചു പറയുമ്പോൾ, സ്വരമോളെ നിനക്ക് അയാളെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. അപ്പം മമ്മിക്ക് ചെറിയച്ഛനെ അറിയാവോ എന്ന് ചോദിച്ചു കൊച്ച്. ചെറിയച്ഛൻ പാവമാണെന്നാ എനിക്ക് തോന്നണതെന്നും പറഞ്ഞു. ആ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ ചെറിയച്ഛൻ എത്രമാത്രം വിഷമമായി കാണും. മോളെ മമ്മി പറയുന്നത് മോളൊന്ന് കേൾക്ക്. മോളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാ അയാൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം എന്തിനാ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് സ്വരമോളി ചോദിച്ചു. അപ്പം അനനിക്ക് മറുപടി ഉണ്ടോ? ഞാനൊരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നത് അയാളുടെ ജോലി, അത് മോൾക്കറിയാവോ എന്നൊക്കെ അനന്യ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. ആരും ഇല്ലാത്തപ്പോഴേ മോളെ അയാൾ പിടിച്ചു കെട്ടി കൊണ്ടുപോകും. എന്നിട്ട് വല്ല ഭിക്ഷക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും. കണ്ണു കുത്തിപ്പൊട്ടിക്കും, മനസ്സിലായോ? കയ്യും കാലും ഒക്കെ തല്ലി ഓടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ഭിക്ഷയ്ക്ക് ഇരുത്തും. അപ്പം അങ്ങനെയൊന്നും അയാൾ ചെയ്യണ്ടെങ്കിൽ മോള് മമ്മി പറയുന്നത് കേൾക്കണം. ഇനി അയാൾ വന്നാലേ മിണ്ടാനൊന്നും പോയേക്കരുത്, മനസ്സിലായോ എന്നൊക്കെ അനന്യ ചോദിക്കുന്നു. പോയാ അയാൾ നിന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടാ മമ്മി പറയുന്നത് അയാളുടെ അടുത്തേക്ക് പോകരുതെന്ന്. അപ്പൊ ഡാഡി പറഞ്ഞതോ ചെറിയച്ഛൻ പാവമാണെന്ന്? അത് ഡാഡി മോളെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നും പറഞ്ഞ് അനന്യ വീണ്ടും വീണ്ടും കൊച്ചിനെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ആരും കാണാതെ ഒളിച്ചിരുന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളാ അയാള്. അപ്പോൾ എനിക്ക് പേടിയാന്നു മമ്മി. പേടിക്കണ്ട കേട്ടോ, മോളെ ആരും പിടിച്ചോണ്ടൊന്നും പോവില്ല, മമ്മി നോക്കിക്കോളാം കേട്ടോ. മമ്മിയുടെ അരികിൽ നിന്ന് എൻ്റെ പൊന്നുമോൾ എങ്ങും പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ എങ്ങും പോവില്ലെന്ന് പറഞ്ഞ് കൊച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് അനന്യ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ്. സുമിത്ര ഇങ്ങനെ റൂമിൽ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ അനിരുദ്ധ അങ്ങോട്ടേക്ക് വന്നു. എന്താ അമ്മേ കാര്യം, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ച്. നേരത്തെ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഈ വീട്ടിൽ സംഭവിക്കരുതെന്ന് സുമിത്ര താക്കീത് കൊടുക്കുവാണ് നമ്മുടെ അനിരുദ്ധിന്. നീ അനന്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അപ്പം അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് അനിരുദ്ധ് പറഞ്ഞപ്പോൾ, മോനെ പ്രതീഷും എൻ്റെ മകൻ തന്നെയാണ്, നിന്റെ അനുജനാവൻ, അത് നീ മറന്നു പോകരുത്. സ്വരമോൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാനുള്ള അവകാശം പോലും ചെറിയച്ഛനായ അവന് ഇല്ലേ എന്ന് സുമിത്ര ചോദിച്ചു. അനന്യ എന്തിനാ മോനെ ഇങ്ങനെ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? സ്വരമോൾക്ക് ആ കളിപ്പാട്ടങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ സമയത്താ അനന്യ അത്രയും ബഹളം വെച്ചതും അതുപോലെ കിടന്ന് കാണിച്ചു കൂട്ടിയതും. സ്വരമോളും എല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. കുട്ടി അവനെ ഒന്ന് നോക്കാനും സംസാരിക്കാനും പോലും അവൾ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. സ്വരമോളോട് മാത്രം അവൻ ഒരുപാട് ഇഷ്ടം കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊക്കെ ചിന്തിച്ചൂടെ? മോനെ അവളോട് അവൻ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ അനിരുദ്ധ ഞെട്ടി. അമ്മയോട് ഞാനിപ്പോൾ എന്താ മറുപടി പറയണ്ടേന്നൊക്കെ അനിരുദ്ധ നിന്ന് ചിന്തിക്കുക. അങ്ങനെ അനിരുദ്ധ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ മോനെന്ന് ചോദിച്ചപ്പോൾ, പ്രതീക്ഷ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് അവൻ സ്വരമോളെ എടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അവനോട് സ്വരമോൾക്ക് നല്ല അടുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. പിന്നെ കാണാതായി കഴിഞ്ഞപ്പോൾ സ്വരമോള് അവനെ മറന്നു പോയതാണെന്നും പറഞ്ഞ് പറയുക. പക്ഷെ പ്രതീഷിൻ്റെ മനസ്സിൽ ആ സ്നേഹം അതിപ്പോഴും ഉണ്ട്. അതാണ് അവൻ കുഞ്ഞിനോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്. പിന്നെ എന്തിനാ കുഞ്ഞിനെ അവൻ സ്നേഹിക്കുന്നതിന് അനന്യ എതിർക്കുന്നത്? ജയിലിൻ്റെ ചുവരുകൾക്കുള്ളിൽ കിടന്ന് മരവിച്ചു പോയ അവൻ്റെ മനസ്സ് സ്വരമോളുടെ സാന്നിധ്യം കൊണ്ട് പഴയതുപോലെ ആയാലോ? അത് നല്ല കാര്യമല്ലേ മോനെ എന്ന് ചോദിച്ചു. അവളുടെ സാമീപ്യത്തിൽ അവൻ നമ്മുടെ പഴയ പ്രതീക്ഷയായി മാറുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇന്നലത്തെ പോലെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ മോൻ അനന്യയോട് പറയണം എന്നുള്ളതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞോളാം അമ്മയെന്ന് പറഞ്ഞു അനിരുദ്ധ്. അനന്യയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാവെന്നും പറഞ്ഞു. അങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിക്കുക. അപ്പോൾ അമ്മ ശീതളിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പം അമ്മ ശീതളിന് കുറച്ചുകൂടി സമയം കൊടുക്കുക, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ്. സച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എന്തോ എനിക്ക് ആ ഒരു വിശ്വാസമൊന്നും ഇല്ലയെന്ന് നമ്മുടെ സുമിത്ര നേരം പറഞ്ഞു. ഉള്ളിലൊരു പേടിയാണ് മോനെ എനിക്കെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ശീതളിനെ ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് അനിരുദ്ധ്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മോൻ അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് സുമിത്ര ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പം 100 കൂട്ടം കാര്യങ്ങൾ സുമിത്രയുടെ തലയിൽ കൂടെ ഓടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രതീക്ഷ രഞ്ജിതയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ചെന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷ എന്താ പറയുന്നതെന്ന് ചോദിച്ചു രഞ്ജിത.
അപ്പം സമ്മതിക്ക് പ്രതീക്ഷയെ സമ്മതിക്കുക, ഇത് നല്ല ഒന്നാമതൊരു ഓഫറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദനും പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ രഞ്ജു എപ്പോഴും ഏറ്റവും നല്ലത് മാത്രമേ സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗുകൾ അടിക്കുവാണ് അരവിന്ദൻ. അപ്പോഴേക്കും രഞ്ജിത്ത് ഒരു നോട്ടം, അല്ല നമ്മുടെ കമ്പനിയിൽ തന്നെ ആകുമ്പോഴേ പ്രതീക്ഷിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞങ്ങനെ ഈ പുള്ളിക്കാരനത് മാറ്റി പറയുക. മോനെ പ്രതീക്ഷേ, മറ്റെവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും എല്ലാ സൗകര്യങ്ങളും ശമ്പളവും നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കിട്ടും. നിനക്കവിടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകും. പിന്നെന്താ, സമ്മതമാണെങ്കിൽ നാളെ തന്നെ നിനക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് നമ്മുടെ പ്രതീഷ് രഞ്ജിതയോട് പറയുന്നു. അത് കേട്ടപ്പോൾ രഞ്ജിതി ഒന്ന് ഞെട്ടി അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും സുമിത്ര പ്രതീഷിൻ്റെ നാവിൽ നിന്ന് തന്നെ ഓരോ സത്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.